കുരിശിലേറ്റപ്പെട്ട യേശുവിന്റെ കുരിശിനു മുകളിൽ എഴുതിവെച്ച കുറ്റപത്രത്തിലെ പ്രയോഗത്തിൽ ഇത്തിരി ഭേദഗതി വരുത്തണമെന്ന ആവശ്യവുമായി എത്തിയ യഹൂദ പ്രമാണിമാരോട് റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് പറഞ്ഞ വാക്കുകളാണ് കേരളത്തിലെ ബജറ്റ് പൊതുചർച്ചയുടെ അവസാനത്തിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനം ഓർമ്മിപ്പിക്കുന്നത്. അന്ന് പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. നിരപരാധി എന്ന് മനസ്സിലായിട്ടും സ്വന്തം പദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ നസ്രത്തുകാരൻ യേശുവിനെ കുരിശിലേറ്റുവാൻ വിധിച്ച കുപ്രസിദ്ധനായ റോമൻ ഗവർണർ ഒരു മാറ്റത്തിനും തയ്യാറായിരുന്നില്ല. പീലാത്തോസിന്റെ സ്വഭാവത്തിന്റെ കാർക്കശ്യം മാത്രമല്ല, ജനനേതാക്കളോടുള്ള സമീപനവും വ്യക്തമാക്കുന്ന പ്രതികരണമായിരുന്നു അത്. എന്നാൽ ഒരു കാര്യം കൂടി അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ച് എടുത്ത തീരുമാനമാണിത്. അനീതിയാണെങ്കിലും മാറ്റാനാവില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലും കുടിവെള്ള മന്ത്രി റോഷി അഗസ്റ്റിനും മൂന്നാം സഹസ്രാബ്ദത്തിലും ഈ സമീപനവുമായി നിൽക്കുന്നു. പ്രതിപക്ഷം എതിർക്കുന്നത് കൊണ്ട് തീരുമാനം പിൻവലിച്ചാൽ വേണ്ടത്ര ആലോചന ഇല്ലാതെ തീരുമാനം എടുത്തു എന്ന പഴിയാവും ഉണ്ടാവുക. അതുകൊണ്ട് ആലോചിച്ചെടുത്ത ആവശ്യമായ തീരുമാനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം എന്നവർ കരുതിയിരിക്കും. ഇനി ജനത്തെ ബോധ്യപ്പെടുത്താനായില്ലെങ്കിൽ മാർച്ച് 31 വരെ സമയവുമുണ്ട് പിൻവലിക്കുവാൻ. തങ്ങളുടെ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ നികുതിയുമായി മുന്നോട്ടു പോകാം. എന്തെല്ലാം ചെയ്താലും അധികാരം പിടിക്കാനായാൽ പിന്നെ എന്തു വിഷയം? അതിന് നല്ല ഭരണം മെച്ചപ്പെടുത്തുന്നതിനേക്കാൾ ജാതി മത വികാരങ്ങളെ അനുകൂലമാക്കുന്നതാണ് എന്ന വർത്തമാനകാല അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. അതിനനുസരിച്ച് കരുക്കൾ നീക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ കൊള്ളയ്ക്കും ഭരണകക്ഷി കണ്ടുപിടിക്കുന്ന ഒരു ന്യായമുണ്ട്. നിങ്ങളുടെ ഭരണകാലത്ത് ഇതിലപ്പുറം അല്ലായിരുന്നോ എന്നതാണ് ആ ചോദ്യം. ഇതോ ഇടതുഭരണം വാഗ്ദാനം ചെയ്ത എല്ലാം ശരിയാക്കൽ എന്ന് പറയുന്നില്ല. അവരുടെ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് കുഴപ്പം? ഇപ്പോഴത്തെ പ്രതിപക്ഷം നാളെ ഭരണകക്ഷിയായാലും അവർ കാണിക്കുന്ന വങ്കത്തരങ്ങളെ ഈ ചോദ്യം കൊണ്ടാവും നേരിടുക. കാരണം ഇന്ന് പ്രതിപക്ഷത്ത് ഇരിക്കുന്നവർ പണ്ട് ഇങ്ങനെയൊക്കെ ഭരിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ പ്രതിപക്ഷത്തെ പോലെ ചോദിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയായപ്പോൾ എല്ലാം മറന്നു. ഭാരതത്തിൽ മറ്റു ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു തരം നികുതി കൂടി കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു വന്ന ഇടതു സർക്കാർ. അങ്ങനെ ഇക്കാര്യത്തിലും കേരളം ഭാരതത്തിനാകെ മാതൃകയായി. പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ്. എത്ര കാലത്തേക്ക് എന്ന് പോലും പറയാതെയാണ് ഈ പ്രഖ്യാപനം. കുടിവെള്ളത്തിന് വില കൂട്ടി, വൈദ്യുതിക്ക് വില കൂട്ടി, ഭൂമിയുടെ വില കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, മദ്യത്തിന് വില കൂട്ടി, സാധിക്കുന്ന എല്ലാറ്റിനും വില കൂട്ടി. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധന കേരളത്തിലെ പൊതുജീവിതത്തെ ആകെ ബാധിക്കും. എല്ലാറ്റിനും വില കൂടും. വില കൂടുന്നതിനനുസരിച്ച് ശമ്പളം കൂട്ടിക്കിട്ടുന്ന സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാർക്കും ഒന്നും അത് വിഷയമല്ല. ഒന്നിനും വിലയില്ലാതെ നട്ടം തിരിയുന്ന സാധാരണക്കാരനാണ് അഗ്നികുണ്ഡത്തിലാകുന്നത്. അത് സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വിഷയവുമല്ല. ഇടതുമുന്നണിയുടെ ഘടകകക്ഷി നേതാക്കളിൽ ചിലർ പോലും ഇത് വേണ്ടെന്ന് പറഞ്ഞു നോക്കി. ആരു കേൾക്കാൻ? എഴുതിയത് എഴുതി എന്ന ധിക്കാരത്തോടെ സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. എല്ലാം ശരിയാക്കാൻ വന്ന ഇടതുഭരണം കുടിവെള്ളത്തിനും വൈദ്യുതിക്കും പെട്രോളിനും ഡീസലിനും എല്ലാം വില കൂട്ടി രസിക്കുന്നു. ഭരണത്തിലെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനല്ലേ ഈ ഭീകര നികുതികൾ? കുടിവെള്ളത്തിന്റെ നിരക്ക് ഇരട്ടിയാക്കിയ വാട്ടർ അതോറിറ്റിക്ക് സർക്കാർ പറയുന്ന ഏറ്റവും കുറഞ്ഞ കണക്കനുസരിച്ച് 1500 കോടി രൂപ കുടിശ്ശികയുണ്ട്. 2022 നവംബറിൽ വാട്ടർ അതോറിറ്റി തന്നെ വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത രേഖയിൽ പറയുന്നതനുസരിച്ച് 5000 കോടിയാണ് കുടിശ്ശിക. റോഷി മന്ത്രിയായപ്പോൾ മാത്രമുള്ളതല്ല ഈ കുടിശ്ശിക. അതുകൊണ്ട് കുടിശ്ശികയുടെ പേരിൽ റോഷിയെ കുറ്റപ്പെടുത്തുന്നതും പൂർണ്ണമായും ശരിയല്ല. വൈദ്യുതി ബോർഡിലും ഇതുതന്നെയാണ് സ്ഥിതി. നിരക്കുകൾ സീസണലായി വരെ കൂട്ടുന്നു. കോടികളുടെ കുടിശ്ശിക കിട്ടാനുമുണ്ട്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും തുക അവിടെ ജോലി ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നവരിൽ നിന്നും ഈടാക്കിക്കൂടെ? ആ ഓഫീസുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവർക്ക് ജോലി. അതുകൊണ്ട് ഓരോ സ്ഥാപനത്തിലെയും ജീവനക്കാരിൽ നിന്നും ഒരു വൈദ്യുതി സെസ്സും കുടിവെള്ള സെസ്സും ചുമത്തുക. പൊതുജനങ്ങളെ ബാധിക്കാതെ വരുമാനം ഉണ്ടാകും. സ്കൂളുകളിലും ഇത് നടപ്പാക്കണം. സ്കൂൾ മെയിൻ്റനൻസ് അധ്യാപകരുടെയും അധ്യാപകേതര ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്നും ഒരു മാസത്തെ ശമ്പളത്തിനുള്ള തുല്യമായ തുക ഈടാക്കുക. മാനേജർമാരെ അധികാരപ്പെടുത്തുക. കിഫ്ബി പോലുള്ള വെള്ളാനകളെ ഇല്ലാതാക്കണം.
സുപ്രീം കോടതി അഭിഭാഷകരെക്കാൾ ഉയർന്ന ഫീസാണ് അവിടെ പല ഉപദേശകർക്കും. അവിടുത്തെ ശമ്പള സ്കെയിലൊക്കെ എത്ര ഭീകരമാണ്. പെൻഷൻ കൊടുക്കുവാൻ ഉണ്ടാക്കിയ പുതിയ സംവിധാനവും ഇല്ലാതാക്കണം. ഇതെല്ലാം പഴയ പടിയാക്കണം. വൻകിട ക്ലബ്ബുകൾക്ക് കുടിശ്ശിക ഇളവുകൾ നൽകാതിരിക്കുക. സർക്കാർ പണം കൊണ്ട് വൻകിട ക്ലബ്ബുകളിൽ അംഗത്വം എടുക്കുകയും ലക്ഷങ്ങൾ മാസവരി കൊടുക്കുകയും ചെയ്തവരെ, സർവീസിൽ നിന്ന് പോയവരെ, തട്ടിപ്പ് നടത്തി പണം കവരുന്ന സഖാവിനും സഹകരണ സംഘങ്ങൾ കട്ടുമുടിക്കുന്ന സഖാക്കൾക്കും എല്ലാം സംരക്ഷണം കൊടുക്കുന്നത് നിർത്തണം. കണ്ടുപിടിക്കപ്പെടുന്ന കള്ളന്മാരെ പിരിച്ചുവിടുക എങ്കിലും ചെയ്യണം. സഹകരണ സംഘങ്ങൾ, സൊസൈറ്റികൾ എന്നിവ വഴി സംഘാടകരായ കൊള്ളക്കാർ തട്ടിയെടുക്കുന്ന പണം സാധാരണക്കാരൻ തിരിച്ചടയ്ക്കേണ്ടി വരികയാണ്. ബാങ്ക് പൊട്ടുമ്പോൾ സർക്കാർ നികുതി പണത്തിൽ നിന്നും നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് സാധാരണക്കാരന്റെ പൈസയല്ലേ? കുടിശ്ശികക്കാരനെ കുടിശ്ശികക്കാരനായി നിലനിർത്തിക്കൊണ്ട് സാധാരണക്കാരെ നികുതി ചുമത്തി വരച്ച വരയിൽ നിർത്തി പണം പിടിച്ചുപറിക്കുന്ന സർക്കാർ കാണിക്കുന്നത് അന്യായമാണ്. പാവങ്ങൾ പണം അടയ്ക്കുമ്പോൾ വൻകിട കുടിശ്ശികക്കാരെ മേയാൻ വിടുന്നു. പുതിയ നിരക്കനുസരിച്ചും അവർ പണം അടയ്ക്കില്ല. അത് നികത്താൻ വീണ്ടും നിരക്ക് കൂട്ടി സാധാരണക്കാരനെ കൊള്ളയടിക്കും. അതാവരുത് ഇടത് ജനാധിപത്യം. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പുതിയ നികുതി ക്രൈമാണ്. പാവങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിമാസ പെൻഷനായ 1600 രൂപ കൊടുക്കാനാണത്രേ നികുതി വർധന. എത്ര നിന്ദ്യമായ ന്യായീകരണമാണത്! ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങുന്നവർ എത്രയാണ് ഈ നാട്ടിൽ? അത് സർക്കാരിന് വിഷയമല്ലേ? ജീവിതകാലത്ത് അതിഭീകരമായ ശമ്പളം വാങ്ങിയവർ വാർദ്ധക്യത്തിലും സർക്കാരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി പൊടി പൊടിക്കുന്നു. സർവീസിൽ ഇരിക്കുമ്പോഴും ഇന്നും കാര്യമായി ഒന്നും ചെയ്യാത്ത അവർ ഇപ്പോഴും ഒന്നും ചെയ്യാതെ പൊതുപണം തട്ടിയെടുത്ത് സുഖിക്കുന്നു. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും ഓരോ പദവികൾ രേഖപ്പെടുത്തി പൊതുപണം ദൂർത്തടിക്കുന്നവരും നിരവധിയുണ്ട്. പാവപ്പെട്ടവന് കൊടുക്കുന്ന 1600 രൂപയ്ക്കാണ് കണക്ക്. 80ഉം 90ഉം കഴിഞ്ഞവർക്ക് വരെ പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കാൻ പദവികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. നികുതികൾ ചുമത്താതെ ഒരു സർക്കാരിനും പൊതുജന സേവനം നടത്താനാവില്ല. നികുതികൾ ചുമത്തേണ്ടി വരും. പക്ഷേ സാധാരണക്കാരനെ പരമാവധി രക്ഷിക്കണം. സർക്കാർ പണം കൊണ്ടുപോകുന്നവരിൽ നിന്നും ഈടാക്കാൻ എന്തേ മടിക്കുന്നു? സർക്കാരിൽ നിന്നും പ്രതിമാസം നിശ്ചിത തുകയിലധികം വാങ്ങുന്നവർക്കെല്ലാം ഒരു സെസ് ഏർപ്പെടുത്തിയാൽ ജനങ്ങളെ ഇത്രയും വിഷമിപ്പിക്കാതെ സർക്കാരിനും വരുമാനം ഉണ്ടാക്കരുത്. മന്ത്രിമാർക്കും MLA-മാർക്കും അടക്കം ശമ്പളവും യാത്രാപ്പടിയുമായി കിട്ടുന്ന തുക മുഴുവൻ ഈ സെസ്സിൽ പെടുത്തണം. സർക്കാരിൽ നിന്നും പ്രതിമാസം 50,000 രൂപയിൽ കൂടുതൽ കിട്ടുന്ന എല്ലാവർക്കും ഈ സെസ് ബാധകമാക്കണം. മദ്രാസ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി BJP നേതാവും അഭിഭാഷകയുമായ ലക്ഷ്മണചന്ദ്ര വിക്ടോറിയ ഗൗരി 2023 ഫെബ്രുവരി 2 വിവാദങ്ങളുടെ മധ്യേ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. കന്യാകുമാരി ജില്ലയിലെ തക്കലയിൽ 1973 മെയ് 21 ജനിച്ച ഗൗരിയുടെ പ്രായം 49 വയസ്സ്. കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ടു പോയാൽ സുപ്രീം കോടതി ജഡ്ജി വരെയാകാം. കാലക്കേടിന് കേന്ദ്രത്തിൽ BJP അല്ലാത്ത സർക്കാർ വരികയും അവർ ഇന്നത്തെ പോലെ സമ്മർദ്ദം ചെലുത്തി അഡീഷണൽ ജഡ്ജിയെ സ്ഥിരപ്പെടുത്താതെ പിരിച്ചുവിടുകയും ചെയ്താൽ അതുണ്ടാവില്ല. 1995 കൊടൈക്കനാലിൽ മദർ തെരേസ് സർവകലാശാലയിൽ നിന്നും LLM പാസ്സായ വിക്ടോറിയ അഭിഭാഷകയായി. കോളേജ് കാലം മുതൽ RSS പ്രവർത്തകയായിരുന്ന അവർ സ്വാഭാവികമായും BJP-കാരിയായി. BJP മഹിളാ മോർച്ച സെക്രട്ടറി സേവാഭാരതിയുടെ സജീവ പ്രവർത്തക. 2019 മോദിയുടെ നിർദ്ദേശപ്രകാരം പേരിനൊപ്പം ട്വിറ്റർ അക്കൗണ്ടിൽ ചൌക്കീദാർ എന്ന് ചേർത്തു. മോദി ഭക്തി പ്രകടിപ്പിച്ചു. ചൌക്കീദാർ ചോർ ഹേ എന്ന രാഹുലിന്റെ പ്രചരണത്തെ തടയാൻ മോദി കണ്ടുപിടിച്ച ബദലായിരുന്നല്ലോ അത്. 2022 മുതൽ മധുരയിൽ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി പ്രവർത്തിക്കുന്നു. വിദ്വേഷ പ്രസംഗത്തിന് നാട്ടിൽ കുപ്രസിദ്ധയായ BJP വനിതാ വിഭാഗം നേതാവാണവർ. ലോകതലത്തിൽ ക്രൈസ്തവ ഗ്രൂപ്പുകളേക്കാൾ അപകടകാരികളാണ് ഇസ്ലാമിക ഗ്രൂപ്പുകൾ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഗ്രൂപ്പുകളേക്കാൾ അപകടകരമാണ് ക്രൈസ്തവ ഗ്രൂപ്പുകൾ എന്ന നിലപാടുകാരി. മതപരിവർത്തനത്തിന്റെ, പ്രത്യേകിച്ചും ലവ് ജിഹാദിന്റെ പശ്ചാത്തലത്തിൽ രണ്ടും ഒന്നുപോലെ അപകടകരമാണെന്ന് പറയാൻ മടിയില്ലാത്തവർ. ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം യുവാവിനെ വിവാഹം ചെയ്ത് സ്നേഹത്തോടെ ജീവിക്കുന്നതിന് ഞാൻ എതിരല്ല. പകരം പെൺകുട്ടിയെ സിറിയൻ തീവ്രവാദ ക്യാമ്പിൽ എത്തിക്കുന്നതാണ് ആപത്ത്. ലവ് ജിഹാദ്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ അവരുടെ പുതിയ ക്രൈസ്തവ വിരുദ്ധ അവലോകനം വിവാദമായി.
ദേശീയ സുരക്ഷയ്ക്കും സമാധാനത്തിനും കൂടുതൽ ഭീഷണി ജിഹാദോ ക്രൈസ്തവ മിഷണറിയോ? ക്രൈസ്തവ മിഷണറിയുടെ സാംസ്കാരിക വംശഹത്യ എന്ന 2 ലേഖനങ്ങൾ വലിയ വിവാദമുണ്ടാക്കി. കന്യാകുമാരി ജില്ലക്കാരിയായ അവർ കന്യാകുമാരിയിൽ സഭയ്ക്കുള്ള ജനസ്വാധീനത്തിൽ വല്ലാതെ ആകുലയാണ്. അവിടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പള്ളിയെ പേടിയാണെന്ന് അവർ ആരോപിക്കുന്നു. ക്രൈസ്തവ ഗാനങ്ങൾക്കൊപ്പം ഭരതനാട്യം പാടില്ല തുടങ്ങിയ വിചിത്രമായ നിലപാടുകളും അവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2012 ഒക്ടോബർ 1 അക്രമോത്സുക മാമോദീസകൾ സാമൂഹിക താളം നശിപ്പിക്കുന്നതായി അവർ RSS മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതി. ഇവരുടെ പേരും ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന് പുറത്തായതോടെ ഇത്തരം നിയമനങ്ങൾ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് തുരങ്കം വയ്ക്കും എന്ന് കാണിച്ച് ഒരു കൂട്ടം അഭിഭാഷകർ കൊളീജിയത്തിനും രാഷ്ട്രപതിക്കും പരാതി കൊടുത്തു. നിരന്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരാളെ ജഡ്ജിയാക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയ്ക്ക് വിഖ്യാതമാകും. ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കില്ലെന്ന് കാട്ടി സുപ്രീം കോടതിയിലും പരാതി കൊടുത്തു. മുതിർന്ന അഭിഭാഷകരായ അന്ന മാത്യു, സുധാ രാമലിംഗം, ഡി നാഗശൈല എന്നിവർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഫെബ്രുവരി 3 വെള്ളിയാഴ്ച കേസ് സുപ്രീം കോടതി പരിഗണനയ്ക്ക് വെച്ചപ്പോൾ അവരെ നിയമിച്ചുകൊണ്ട് അടിയന്തര ഉത്തരവിറക്കി. ഫെബ്രുവരി 7 ചൊവ്വാഴ്ച 10:30 പരിഗണനയ്ക്ക് വെച്ചപ്പോൾ തന്നെ അവരുടെ സത്യപ്രതിജ്ഞ അന്ന് 10:30 നിശ്ചയിച്ചു. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ടി രാജ ഫെബ്രുവരി 6 തിങ്കളാഴ്ച സർക്കുലർ ഇറക്കി. സമയം നിശ്ചയിച്ചതുകൊണ്ട് ഹർജി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് രാവിലെ 7:30 കേൾക്കണമെന്ന് അഭിഭാഷകർ സുപ്രീം കോടതി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു. അതിന് അനുവദിച്ചുകൊണ്ട് അന്ന് രാവിലെ 9:15 ജസ്റ്റിസുമാരായ ഖന്ന MM സുന്ദരേഷ് കേൾക്കുമെന്നും രജിസ്ട്രാർ പരാതിക്കാരെ അറിയിച്ചു. കേസ് കേൾക്കുന്നതിൽ നിന്നും തമിഴ്നാട്ടുകാരനായ ജഡ്ജി സുന്ദരേഷ് പിന്മാറി. അദ്ദേഹത്തോട് കൊളീജിയം ഗൗരിയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്ന ന്യായം പറഞ്ഞായിരുന്നു മാറ്റം. പിന്നീട് ചീഫ് ജസ്റ്റിസ് തന്നെ കേസ് കേൾക്കുമെന്ന അറിയിപ്പ് വന്നു. അദ്ദേഹത്തിന്റെ കോടതിയിൽ 3 ഇരിപ്പിടങ്ങളും ഒരുങ്ങി. പരാതിക്കാർ കാത്തിരുന്നു. എന്നാൽ അവസാനം ബെഞ്ച് മാറി എന്ന അറിയിപ്പാണ് കിട്ടിയത്. 7-ാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് ഖന്നയോടൊപ്പം ജസ്റ്റിസ് BR ഗവായ് കേസ് കേൾക്കും എന്നായിരുന്നു അറിയിപ്പ്. അടുത്ത ചീഫ് ജസ്റ്റിസ് ആകേണ്ട ആളാണ് ഗവായ്. അറിയിച്ചിരുന്നതുപോലെ രാവിലെ 9:15 കേസ് കേൾക്കാൻ ജഡ്ജിമാർ വന്നില്ല. 10:25 വന്നത്. സുപ്രീം കോടതിയിൽ കേസ് കേൾക്കുന്നതിനിടെ 10:35 ഗൗരി സത്യപ്രതിജ്ഞ ചെയ്തു. കോടതി കേസ് തള്ളി. സുപ്രീം കോടതിയിൽ കേസുണ്ടായിരിക്കെ അടിയന്തരമായി കേന്ദ്രം നിയമന ഉത്തരവിറക്കിയതും തമിഴ്നാട്ടിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചതും സംശയം ഉണ്ടാക്കുന്നു എന്ന പരാതിക്കാരുടെ അഭിഭാഷകൻ രാജു രാമചന്ദ്രൻ വാദിച്ചു തുടങ്ങിയതോടെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാടോടെ ജസ്റ്റിസ് ഖന്ന പരാതി തള്ളുന്നതായി അറിയിച്ചു. 25 മിനിറ്റ് കൊണ്ട് കേസ് തീർത്തു. രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ നേരത്തെയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സീനിയർ അഭിഭാഷകൻ രാജു രാമചന്ദ്രനോട് കോടതി പറഞ്ഞു. കേരള ഗവർണറായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് RS ഗവായിയുടെ ജസ്റ്റിസ് ഗവായ്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, KS ഹെഗ്ഡെ, അഫ്താലി അലാം FV, I റബെല്ലോ, രമ ജോയ്സ്, രാജേന്ദ്ര സച്ചാർ, J ചാമലേശ്വർ എന്നിവരെയാവും കോടതി ഉദ്ദേശിച്ചത്. 2018 ചില പ്രസംഗങ്ങളാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ഞങ്ങൾ അത് കണ്ടു. കൊളീജിയവും കണ്ടിരിക്കും. അഡീഷണൽ ജഡ്ജി ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ സ്ഥിരപ്പെടുത്തില്ല. വിദ്വേഷം നടത്തിയ വ്യക്തിയാണവർ. സത്യപ്രതിജ്ഞ നടത്തുവാൻ അയോഗ്യയാണ്. അവരുടെ മനസ്സ് ഭരണഘടനയുടെ ദർശനങ്ങൾക്ക് ചേർന്ന വിധമല്ല, രാജു ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം കൊളീജിയം പരിശോധിച്ച കാര്യങ്ങളാണ് എന്ന് കോടതി പറഞ്ഞപ്പോൾ കൊളീജിയം ഇക്കാര്യം അറിഞ്ഞിരിക്കില്ല എന്ന് അഭിഭാഷകർ വാദിച്ചു. അതിന് കാരണവുമുണ്ട്. ഫെബ്രുവരി 3 ഗൗരിയുടെ വിദ്വേഷ പ്രസംഗ കാര്യം കോടതിയിൽ പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തങ്ങൾ അത് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന മാത്യുവും R വൈകിയുമാണ് അന്ന് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. വിദ്വേഷ പ്രസംഗത്തിന്റെ കാര്യം തമിഴ്നാട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നില്ല എന്നും അതുകൊണ്ട് കേസ് ചൊവ്വാഴ്ച തന്നെ പരിഗണിക്കാം എന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ നിലപാട്. തങ്ങൾ പരാതി കൊടുത്തിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരുമായി കൊളീജിയം ആലോചിച്ചിട്ടുണ്ടാവണം. 2018 നടത്തിയ പ്രസംഗം അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള നിലപാടുകളാണ് കോടതി സ്വീകരിച്ചത്. ജനുവരി 17 ഗൗരിയെയും 4 അഭിഭാഷകരെയും കൊളീജിയം ഹൈക്കോടതിയിലേക്ക് ശുപാർശ ചെയ്തു. ഇവരിൽ R ജോൺ സത്യൻ പ്രധാനമന്ത്രിക്കെതിരെയും നീറ്റ് പരീക്ഷാ ഫലം അറിഞ്ഞ് മരിച്ച കുട്ടിയുടെ കാര്യത്തിലും സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് തടസ്സമായി.
കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ എല്ലാം പരിശോധിച്ച കോടതി അതിൽ പിശകില്ലെന്ന നിലപാട് എടുത്തു. ജനുവരി 18-ന് സോമശേഖരൻ സുന്ദരേഷിനെ കുറിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉദാഹരിച്ച കേന്ദ്രം അദ്ദേഹം കേന്ദ്രത്തെ വിമർശിക്കുന്ന ആളാണ് എന്ന തടസ്സവാദം ഉന്നയിച്ചതും കോടതി അംഗീകരിച്ചില്ല. അവർക്ക് യോഗ്യതയില്ല, അവരുടെ പ്രസംഗങ്ങൾ അവരെ അയോഗ്യരാക്കുന്നു എന്ന് വാദിച്ചപ്പോൾ യോഗ്യതയും അയോഗ്യതയും വ്യത്യസ്തമാണ്. ജഡ്ജിയുടെ കഴിഞ്ഞകാല രാഷ്ട്രീയ നിലപാടുകൾ നിയമനത്തിന് തടസ്സമാവില്ല എന്ന് കൊളീജിയം പറഞ്ഞ കാര്യം ജസ്റ്റിസ് ഗവായ് ചൂണ്ടിക്കാണിച്ചു. എനിക്കും രാഷ്ട്രീയ ഭൂതകാലം ഉണ്ടായിരുന്നു. 20 വർഷമായി ജഡ്ജിയാണ്, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിയമനം പുനഃപരിശോധിക്കുവാൻ കൊളീജിയത്തോട് തങ്ങൾ പറയില്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു. സുപ്രീം കോടതി ഇക്കാര്യം പരിശോധിക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്രം അവരെ ധൃതി പിടിച്ച് നിയമിച്ചതാണ് വിഷയം, അഭിഭാഷകൻ വാദിച്ചു. അവർ നടത്തിയ വിദ്വേഷ പ്രസംഗ വിവരം കൊളീജിയം അറിഞ്ഞിരിക്കില്ല എന്ന് അഭിഭാഷകൻ ആവർത്തിച്ചു. അവർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗം കൊളീജിയം അറിഞ്ഞിരിക്കില്ലെന്ന് അദ്ദേഹം വാദിച്ചു. ഏതായാലും സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ആക്ടിംഗ് ജസ്റ്റിസ് ടി രാജയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ഈ കളികൾ ആരിലാണ് സംശയം ഉണർത്താത്തത്? കോടതികളിൽ ഇത്തരമുള്ളവർ എത്തിപ്പെടുന്നത് വിശ്വാസ്യതയ്ക്ക് മങ്ങലുണ്ടാക്കില്ലേ? 1992-ൽ നടന്ന സിസ്റ്റർ അഭയ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 2008-ൽ CBI നടത്തിയ സിസ്റ്റർ സെഫിയുടെ കന്യത്വ പരിശോധന സംബന്ധിച്ച മനുഷ്യാവകാശ ലംഘന കേസ് സംബന്ധിച്ച വിധി 2023 ഫെബ്രുവരി 7-ന് വന്നു. കന്യത്വ പരിശോധന മൗലികാവകാശ ലംഘനമാണെന്നും സിസ്റ്റർ സെഫിക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ പറഞ്ഞു. നഷ്ടപരിഹാരം തേടാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് റോമി ചാക്കോ വഴി കൊടുത്ത കേസ് സംബന്ധിച്ച വിധി വിചാരണ കോടതിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും എന്ന കാരണം പറഞ്ഞ് ഡൽഹിയിലെ കേസ് CBI കേസ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. സിസ്റ്റർ സെഫിയുടെ സ്വഭാവം ചീത്തയാണെന്ന് കാണിക്കുവാൻ CBI തയ്യാറാക്കിയ ഒരു തിരക്കഥ കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഹേമ നേരത്തെ തന്നെ പൊളിച്ചടുക്കിയതാണ്. അവരുടെ മുറി അവരാണ് നിശ്ചയിച്ചതെന്നും അവിടെ അവർ ഒറ്റയ്ക്കാണ് താമസിച്ചതെന്നും CBI പറഞ്ഞു. എന്നാൽ അവർക്ക് മുറി അലോട്ട് ചെയ്തത് സുപ്പീരിയർ ആണ്. അവരുടെ മുറിയിൽ സിസ്റ്റർ ഹെലനും ഉണ്ടായിരുന്നു. കന്യത്വ പരിശോധന എന്തിനു നടത്തി എന്ന് ജസ്റ്റിസ് ഹേമ അന്ന് ചോദിച്ചു. അവർ കന്യാചർമ്മം വെച്ചുപിടിപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ വെച്ചുപിടിപ്പിച്ചതല്ല എന്ന സത്യം സ്ഥാപിക്കുവാൻ ഏത് പരിശോധനയ്ക്കും വിധേയയാകുവാൻ സിസ്റ്റർ സമ്മതിച്ചതാണ്. 2008 നവംബർ 25-ന് പരിശോധന നടന്നു. ഇന്ത്യയിൽ കന്യാചർമ്മം വച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ 2009-ൽ ഇല്ലെന്നും വിദേശത്തുണ്ടെങ്കിലും സിസ്റ്റർ സെഫി വിദേശത്ത് പോയിട്ടില്ലെന്നും CBIയുടെ അഭിഭാഷകൻ കോടതിയിൽ തന്നെ സമ്മതിച്ചതുമാണ്. CBIയുടെ 2 സംഘങ്ങൾ അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ട അഭയ കേസിൽ തെളിവുണ്ടാക്കുന്നതിന് SP നന്ദകുമാരൻ നായർ നടത്തിയ ഹീനശ്രമമായിരുന്നു സിസ്റ്റർ സെഫിയുടെ കന്യത്വ പരിശോധന. പരിശോധനയിൽ അവരുടെ കന്യചർമ്മത്തിന് തകരാറില്ലെന്ന് കണ്ടെത്തിയപ്പോൾ അത് കൃത്രിമമായി വെച്ചുപിടിപ്പിച്ചതാണെന്ന് CBI പ്രചരിപ്പിച്ചു. അങ്ങനെ ആ കന്യാസ്ത്രീയെ ഹീനമായി അപമാനിച്ചു. ചില്ലറക്കാരനല്ല നന്ദകുമാരൻ നായർ. കവിയൂർ കൂട്ട ആത്മഹത്യ കേസിൽ അനഘയുടെ അച്ഛനാണ് അവളെ ബലാത്സംഗം ചെയ്തതെന്ന് കണ്ടുപിടിച്ച് കോടതിയിൽ സമർപ്പിച്ച കേമനാണ് അദ്ദേഹം. ആ കണ്ടെത്തലിനെതിരെ കോടതി തന്നെ രംഗത്ത് വന്നപ്പോൾ CBI റിപ്പോർട്ട് പിൻവലിച്ചു. ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. മലബാർ സിമന്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശശീന്ദ്രന്റെയും കുടുംബത്തിന്റെയും ദുരൂഹമരണം അന്വേഷിച്ചതും നന്ദകുമാരൻ നായർ ആയിരുന്നു. ഈ അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ വലിയ ശാസന കിട്ടിയിരുന്നു ഈ മനുഷ്യാവകാശ ലംഘകന്. കന്യത്വ പരിശോധന തികച്ചും അനാവശ്യമായിരുന്നു എന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞു. അത്രയും ഹീനമായ ഒരു അപമാനത്തിന് സിസ്റ്റർ സെഫിയെ വിധേയമാക്കിയത് കേസിന് വേണ്ടിയല്ല, പൊതുജനങ്ങളുടെ മുന്നിൽ സിസ്റ്ററെ അപമാനിക്കുന്നതിനാണ്. ജഡ്ജി കൃത്യമായി പറഞ്ഞു. ഒരു കന്യാസ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങൾ പൊതുചർച്ചയ്ക്ക് വിഷയമാക്കിയത് അതീവ നിർഭാഗ്യകരമാണ്. പുരുഷന്മാരായ പ്രതികളുടെ പുരുഷത്വ പരിശോധനയ്ക്ക് വരെ CBI തയ്യാറാകുമോ എന്ന് അന്ന് കോടതി പരിഹസിച്ചു. 14 വർഷമായ കേസ് അവസാനം തീർപ്പായി. CBIയുടെ പ്രവൃത്തി ഭരണഘടനയുടെ 21-ാം വകുപ്പിന് വിരുദ്ധമാണ്. പോലീസ് കസ്റ്റഡിയിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്നു, പക്ഷേ വ്യക്തിയുടെ അന്തസ്സ് നിയന്ത്രിക്കാനാവില്ല, ഡൽഹി കോടതി പറഞ്ഞു. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ രക്ഷിക്കുവാൻ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ പ്രധാന ന്യായാധിപൻ കാണിച്ച ശുഷ്കാന്തി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. 2023 ജനുവരി 18-ന്
ഒരു 20 വയസ്സുകാരി ബിടെക് വിദ്യാർത്ഥിനി സുപ്രീം കോടതിയെ സമീപിച്ചു. അഭിഭാഷകൻ അമിത് ശർമ്മ വഴിയാണ് കോടതിയിലെത്തിയത്. തന്റെ കക്ഷി ഗർഭിണിയാണെന്നും ഗർഭസ്ഥ ശിശുവിന് പ്രായം 29 ആഴ്ച പിന്നിട്ടെന്നും കുഞ്ഞിനെ കളയാൻ അനുമതി വേണമെന്നുമായിരുന്നു അപേക്ഷ. അവൾ തന്റെ കഥ വിവരിച്ചു. അച്ഛൻ കോവിഡ് ബാധിച്ച് മരിച്ചു. അമ്മ രോഗിയാണ്. മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടില്ല. തനിക്ക് വലിയ ഗർഭാധിഷ്ഠിതകൾ ആണ്. പുറത്തിറങ്ങാനാവുന്നില്ല. വലിയ വയറ് കാരണം കോളേജിൽ പോക്ക് നിർത്തി. പരീക്ഷ വരുന്നു. എത്രയും വേഗം കുഞ്ഞിനെ കളയണം. കുട്ടിയെ ദത്തെടുക്കാമോ എന്ന് ചേച്ചിയോട് ചോദിച്ചു. പക്ഷേ അവർ തയ്യാറല്ല. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പരാതി പിറ്റേന്ന് തന്നെ പരിഗണിക്കുവാൻ തീരുമാനിച്ചു. 19-ന് കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയോട് ഈ കേസിൽ കോടതിയെ സഹായിക്കുവാൻ ആവശ്യപ്പെട്ടു. എയിംസിനോട് ഒരു മെഡിക്കൽ ടീം ഉണ്ടാക്കി കുട്ടിയെ ഉടൻ പരിശോധിക്കുവാനും ഗർഭത്തിലെ കുഞ്ഞിന്റെ സ്ഥിതി നോക്കുവാനും ആവശ്യപ്പെട്ടു. ഗർഭചിത്രത്തിന്റെ സാധ്യതയും ആരാഞ്ഞു. 4-ാം പക്കം ജനുവരി 23-ന് കേസിന്റെ അടുത്ത പോസ്റ്റിംഗ് വെച്ചു. ഭാട്ടിയോട് കുട്ടിയെ നേരിട്ട് കാണാനും എയിംസിൽ പരിശോധനയ്ക്കും കൗൺസിലിംഗിന് പോകാൻ ഉപദേശിക്കാനും കോടതി പറഞ്ഞു. കുട്ടിയുടെ പരീക്ഷയ്ക്ക് ശേഷം അടുത്ത ഹിയറിംഗ് എന്നും തീരുമാനമായി. ഇതിനിടെ എയിംസിന്റെ റിപ്പോർട്ട് വന്നു. കുഞ്ഞ് ജീവിക്കുവാൻ 80% സാധ്യതയുണ്ട്. ഫെബ്രുവരി 2 വ്യാഴാഴ്ച അവൾ കുഞ്ഞിനെ കൊല്ലണ്ട, പ്രസവിക്കാം, പക്ഷേ കുഞ്ഞിനെ തനിക്ക് വളർത്താനാവില്ല എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ അറിയിച്ചു. ഭാട്ടി അവളെ സ്വന്തം വീട്ടിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു. ഇതിനിടെ കോടതി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കുഞ്ഞിനെ ദത്തെടുക്കുവാൻ ഒരു കുടുംബത്തെ കണ്ടെത്തുവാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ നിർദ്ദേശിച്ചു. കുടുംബത്തെ കണ്ടെത്തിയതായി തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. പ്രസവം കഴിഞ്ഞാൽ ഉടനെ കൈമാറ്റം നടത്താം എന്നും മേത്ത അറിയിച്ചു. 2 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞിനെ വളർത്തുവാൻ ദത്തെടുക്കുന്നവർക്കാവും, അദ്ദേഹം പറഞ്ഞു. അവർ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരാണ്. ജഡ്ജിമാർ അഭിഭാഷകരുമായി ചേംബറിൽ കൂടിയാലോചിച്ചു. പ്രസവം സൗജന്യമായി എയിംസിൽ നടത്താൻ 142-ാം വകുപ്പനുസരിച്ച് കോടതി ഉത്തരവിട്ടു. എല്ലാം രഹസ്യമായി നടത്താനും നിർദ്ദേശിച്ചു. തീരുമാനത്തിൽ പെൺകുട്ടി സന്തോഷവതിയാണെന്ന് ഭാട്ടി അറിയിച്ചു. എനിക്കും സന്തോഷമായി. അവളെ ഓർത്ത് ഞാൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു, ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു. ഇനിയും അവളെ പിന്താങ്ങാൻ ഞങ്ങൾ ഉണ്ടാകും, അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസ് PS നരസിംഹ, JP പർദിവാൽ എന്നിവരും ചേർന്നതായിരുന്നു ആ ബെഞ്ച്. ജീവന് വേണ്ടി നിന്ന ഒരു ബെഞ്ച്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഭരണം കിട്ടിയ അബ്ദുൾ റഹ്മാൻ മന്ത്രി ക്ഷേമ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മേഴ്സിക്കുട്ടിയെ മാറ്റി ഷറഫ് അലിയെ നിയമിച്ചു. ക്ഷേമത്തിന്റെ പച്ച നിറം മനസ്സിലാകുന്നില്ലേ? ഇനിയും വരും ഇടത് വിപ്ലവങ്ങൾ നിരവധി. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രോഗവും ചികിത്സയും വിവാദ വിഷയമായി. അദ്ദേഹത്തെ വീട്ടുകാർ വേണ്ട വിധം ചികിത്സിക്കുന്നില്ല എന്ന പരാതി സ്വന്തം അനിയനിൽ നിന്നുവരെ ഉയർന്നു. 2015-ൽ ക്യാൻസർ കണ്ടുപിടിച്ച ഉമ്മൻചാണ്ടി ഇന്നും ജീവിക്കുന്നു എന്നത് അത്ഭുതമാണ്. അദ്ദേഹത്തിന് ശേഷം രോഗം കണ്ടുപിടിക്കുകയും അമേരിക്കയിലടക്കം ചികിത്സയ്ക്ക് പോവുകയും ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ ചിലവാക്കുകയും ചെയ്ത പല പ്രമുഖരും ഈ ലോകം വിട്ടിട്ടും അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് വീട്ടുകാരുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെയും പ്രാർത്ഥനയും ചികിത്സയും കൊണ്ടല്ലേ? ഈ രോഗം വന്നവരോട് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പലരും വരികയും അവരുടെ കൈവശമുള്ള പണം ഊറ്റിയെടുക്കുകയും ചെയ്ത ശേഷം കൈമലർത്തുകയും ചെയ്യുക സാധാരണമാണ്. ഉമ്മൻചാണ്ടിക്ക് പണത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. സർക്കാർ ചിലവാക്കും, അല്ലെങ്കിൽ പാർട്ടി. പക്ഷേ ചികിത്സയുടെ ആഘാതങ്ങൾ അദ്ദേഹം തന്നെ വഹിക്കണം. കുടുംബത്തിനും ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ. 2015-ൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഉമ്മൻചാണ്ടിയുടെ തൊണ്ടയിൽ ക്യാൻസറിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. തിരുവനന്തപുരം അമ്പമുക്കിലുള്ള സ്വാന്തവന ആശുപത്രിയിലെ ഡോക്ടർ ജോൺ പണിക്കരാണ് രോഗം നിർണയിച്ചത്. 6 മാസം അദ്ദേഹം ചികിത്സിച്ചു. തുടർന്ന് അങ്കമാലിയിൽ 21 ദിവസത്തെ നാച്ചുറോപ്പതി ചികിത്സ നടത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുഴ ചെറുതായി കാണപ്പെട്ടു. ഇക്കാലത്തെല്ലാം ഭാര്യയും മക്കളും തീക്ഷ്ണമായ പ്രാർത്ഥനയിലായിരുന്നു. ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു പ്രാർത്ഥനയിൽ. 2019-ലാണ് പിന്നീട് രോഗം പ്രത്യക്ഷപ്പെടുന്നത്. സെപ്റ്റംബർ 13-ന് തലസ്ഥാനത്ത് പരിശോധിച്ചു. ഒക്ടോബറിൽ ജൂബയിലെ അമേരിക്കൻ ഹോസ്പിറ്റലിൽ പരിശോധിച്ചു. നവംബറിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ബയോപ്സി പരിശോധന നടത്തി. ഇതിന്റെ വെളിച്ചത്തിൽ RCCയിൽ പരിശോധിച്ചു. കീമോ റേഡിയേഷൻ തെറാപ്പി നടത്തണം എന്നവർ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പിടിച്ചതുകൊണ്ട് ആ ചികിത്സ നടന്നില്ല. പകരം ആയുർവേദ ചികിത്സ നടത്തി. അലോപ്പതി മരുന്നുകൾ നിർത്തി.
പിന്നീട് പരിശോധിച്ചത് ജർമ്മനിയിലാണ്. കോട്ടയം ആശ്രമം ഹോളിസ്റ്റിക് സെന്ററിൽ ചികിത്സ ആരംഭിച്ചു. ഡോക്ടർ CP മാത്യുവിന്റെ ചികിത്സയിലായി. 2020 വലിയ ചികിത്സയ്ക്കൊന്നും അദ്ദേഹം പോയില്ല. 2021 കോവിഡ് പിടിച്ചു. ശബ്ദം തീർത്തും മോശമായപ്പോൾ 2022 ഫെബ്രുവരിയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ പരിശോധിച്ചു. ഒക്ടോബറിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സിച്ചു. ആ മാസം തന്നെ രാജഗിരിയിലും പരിശോധനയ്ക്ക് വിധേയനായി. അവിടെ നിന്നും പറഞ്ഞ ചികിത്സയ്ക്ക് പകരം ജർമ്മനിക്ക് പോകാനാണ് ഉമ്മൻചാണ്ടി തയ്യാറായത്. ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിൽ പരിശോധനകൾ നടത്തി. തുടർന്ന് ബാംഗ്ലൂരിലെ HCG ആശുപത്രിയിൽ ചികിത്സ തേടി. നവംബർ 22 ട്യൂബ് ഇൻസേഷന് വിധേയനായി. അവർ നിശ്ചയിച്ചതിൽ ഉമ്മൻചാണ്ടിയും കുടുംബവും തീരുമാനിച്ച ചികിത്സകളാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ നിർദ്ദേശിച്ച കീമോ റേഡിയോഗ്രാഫി ചികിത്സ അംഗീകരിക്കാത്തതുകൊണ്ടാണ് കുടുംബം ചികിത്സ മുടക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തുന്നത്. ആ ചികിത്സ നേരിടാനുള്ള ആരോഗ്യം ഉമ്മൻചാണ്ടിക്കില്ല എന്ന അഭിപ്രായവും ആശുപത്രി അധികൃതർ ഉയർത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കുടുംബം ഈ തീരുമാനം എടുക്കുന്നത്. അവർ ഇപ്പോഴും പ്രാർത്ഥനയിലാണ് എന്ന പരിഹാസവും മുഴക്കുന്നുണ്ട്. ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു എന്നത് വാസ്തവമാണ്. ഡോക്ടർമാർ പല നിർദ്ദേശങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്നു. പക്ഷേ ചികിത്സ നടക്കുന്നു, പ്രാർത്ഥനയും. സമാനമായ ഒരു സംഭവം 1997 ഓഗസ്റ്റിൽ തലസ്ഥാനത്ത് നടന്നു. RSP നേതാവും മന്ത്രിയുമായിരുന്ന ബേബി ജോൺ പെട്ടെന്ന് രോഗിയായി അബോധാവസ്ഥയിലായി. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം. മെഡിക്കൽ കോളേജിലെ VIP റൂമിൽ അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അന്നമ്മയും സംഘവും തൊട്ടടുത്തുള്ള മുറിയിലിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. ബേബി ജോൺ മരിച്ചു എന്ന് പലവട്ടം പലരും പറഞ്ഞു. മൃതദേഹം കൊല്ലത്തിന് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ പാർട്ടി നടത്തി. അന്നമ്മയും മക്കളും കൂട്ടുകാരും നിലവിളിച്ചു പ്രാർത്ഥിച്ചു. മരണം ഡോക്ടർമാരുടെ പ്രവചനത്തെ കബളിപ്പിച്ച് കാവൽ നിന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹത്തെ ശ്രീചിത്രയിലേക്ക് മാറ്റി. അവിടെ നിന്ന് ചെന്നൈക്ക് കൊണ്ടുപോയി. ജപമാല പ്രാർത്ഥനയുമായി അന്നമ്മയും കൂടെ പോയി. ചെന്നൈയിൽ വെച്ച് മരിച്ചു എന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞ സമയം ഉണ്ടായി. അന്നമ്മ കൊന്തയിൽ തന്നെ പിടിച്ചു നിന്നു. ഒരു നേർച്ച നേർന്നു. അവിടെ നിന്നും ജീവനോടെ മടങ്ങിയാൽ മുരിങ്ങൂർ ഡിവൈനിൽ പോയി സാക്ഷ്യം പറയുമെന്ന്. ബേബി ജോൺ മരണത്തെ വെല്ലുവിളിച്ച് തിരിച്ചു വന്നു. 1998 നവംബർ 22 മുതൽ 28 വരെ ഡിവൈനിൽ നടന്ന രോഗീധ്യാനത്തിൽ സംബന്ധിച്ചു. മാത്യു ഇലവുങ്കൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലെത്തി ഹല്ലേലൂയ എന്ന അവ്യക്തമായി വിളിച്ചു പറഞ്ഞു. സാറിനെ ധ്യാനത്തിന് കൊണ്ടുപോയത് പിടിക്കാത്തവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും മുൻ മന്ത്രിയുമായിരുന്ന K പങ്കജാക്ഷൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അന്നമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു. പക്ഷേ അവർ കൂസിയില്ല. 11 വർഷം കൂടി ജീവിച്ച ശേഷം 2008 ജനുവരി 27 അദ്ദേഹം അന്തരിച്ചത്. ഇക്കാലത്ത് അവർ രണ്ടുപേരും ചേർന്ന് ചൊല്ലിയ ജപമാലകൾക്ക് കണക്കില്ലെന്ന് പിന്നീട് ഒരിക്കൽ അന്നമ്മ ബേബി ജോൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ചികിത്സയിലെ പിശകുകൊണ്ടാണ് സാറിന് ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് ചെന്നൈയിലെ ഡോക്ടർമാർ പറഞ്ഞതായും അന്നമ്മ പറഞ്ഞിട്ടുണ്ട്. ചികിത്സയല്ല, സൗഖ്യം തരുന്നത് ദൈവമാണ് എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കറിയാം. സൗഖ്യം തരാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്വാഭാവിക മീഡിയമാണ് ഡോക്ടർമാർ. അലോപ്പതി ഡോക്ടർമാർ മാത്രം എന്ന് ബൈബിൾ പറയുന്നില്ല. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.